ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം കൊണ്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ്. ഇതൊരു സ്നാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് മേലെയുള്ള ഒരു സാധനമാണ് ഈ ഒരു പലഹാരം എന്ന് വേണമെന്നെങ്കിൽ പറയാം. ഈ ഒരു പലഹാരം നമുക്കൊരു കേക്ക് പോലെയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് വരിക. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞൊരു പഴക്കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു പഴം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നേന്ത്രപ്പഴമാണ് കേട്ടോ. ഞാൻ പക്ഷെ ഇപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇങ്ങനത്തെ പഴക്കെയാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുക, ഒരു തരം റോബസ്റ്റ പഴം പോലത്തെ. അപ്പോൾ ഈ പഴമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ എടുക്കുന്ന പഴം അത്യാവശ്യം പഴുപ്പുള്ള പഴം ആവാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഒത്തിരി പഴുത്ത് കഴിഞ്ഞാലും നമുക്ക് കൊള്ളത്തില്ല, നമുക്ക് ഒത്തിരി ഇളക്കി നമുക്കതൊന്ന് നെയ്യിലൊന്ന് മൂപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം പഴുപ്പ് മതിയാവും. ഇനി ഇത് നമുക്കിനി ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ടൊന്ന് മുറിക്കണം. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2 പഴമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 3 മുട്ടയാണ് സാധാരണ എടുക്കുക. അതായത് ഇതൊരു മീഡിയം സൈസ്ഡ് പഴമായതുകൊണ്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു പഴമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മുട്ട വരെ എടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആദ്യം ഈ ഒരു പഴം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞ് അതിൻ്റെ പകുതി മുറിച്ചിട്ട് ആ പകുതി ഞാൻ 4ആയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ മുറിക്കാതെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഇനി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. പക്ഷെ സാധാരണ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് അരിയുക. പിന്നെ എല്ലാം നമുക്കൊരു പരീക്ഷണം പോലെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ പഴം കൂടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിലൊക്കെ ഒന്ന് വറുത്തെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പഴം അരിഞ്ഞ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സത്യത്തിൽ കായ്പോള എന്നൊക്കെയാണ് മലബാർ ഭാഗത്തൊക്കെ പറയുക. അവർ ഈ ഒരു ഇഫ്താർ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഒരു മെയിൻ നോമ്പ് തുറയുടെ ഒക്കെ ഒരു ഐറ്റമാണ് ഈ ഒരു കായ്പോള എന്ന് പറയുന്നത്. അവരിത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കൊരു റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിനകത്തോട്ട് ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പഴത്തിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി അത് ആ നെയ്യിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ വഴറ്റുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഒത്തിരി പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നത് പോലെ ഒത്തിരി ഇളക്കി കൊടുക്കരുത്, അന്നേരം ഇത് കുഴഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പഴം ഇങ്ങനെ വേറിട്ടിട്ടാണ് നിൽക്കുന്നത്, ഒത്തിരി പഴുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തവ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ 1 മിനിറ്റോളം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമുക്കിതൊന്ന് പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ചെറുതായിട്ടൊരു കാരമലൈസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടും, ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ, നമ്മളല്ലാതെ തന്നെ പഞ്ചസാര വേറെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അവിടെ ഒന്ന് മൂത്തിങ്ങനെ വരട്ടെ. അപ്പോൾ ആ നേരം ഞാൻ ഇച്ചിരി കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഉരുക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി വലിപ്പം കൂടുതലാണ്, വലിയ ഫ്രൂട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് ഇതുപോലെ കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും മാത്രം, കിസ്മിസ്, ഇത് 2 മാത്രം നമുക്ക് വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ
അത് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ അതാ ഇവിടെ ഏകദേശം ഞാൻ 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ലോ ഫ്ലെയിമിലായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം ഒന്ന് നിറക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ആ പ്യുവർ വൈറ്റ് എന്നുള്ളൊരു നിറമൊക്കെ മാറി ചെറുതായിട്ടൊരു യെല്ലോന്നോ അല്ലെങ്കിൽ ബ്രൗൺ കളറൊക്കെന്നോ ലൈറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതിപ്പോൾ ഒത്തിരി കുഴഞ്ഞു പോയിട്ടില്ല, അത്യാവശ്യം അത് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ അതൊന്നും നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ പഴം ഒന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർക്കാം. ഇനി മുന്നത്തെ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടി, അതും ഞാനിതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കശുവണ്ടിയും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലെടുക്കാം. ഈ ഒരു പാത്രത്തിലെടുക്കുമ്പോൾ നല്ലതുപോലെ പരന്നിട്ടാണ് വരിക. പക്ഷെ ഞാനൊരു കേക്കിൻ്റെ ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നെയ്യ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മീഡിയം സൈസ്ഡ് പഴമായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 2 പഴത്തിന് 3 മുട്ട, ഒരു എണ്ണം കൂടുതൽ ചേർത്ത് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലിപ്പമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ അത് 4 മുട്ട വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു 3 മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ നേരത്തെ ഒരു 1/2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു അര കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 1/4 കപ്പും പ്ലസ് ഒരു ടേബിൾ സ്പൂണോളം കൂടിയുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് തന്നെ എനിക്ക് കൂടുതലായിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങൾ ആദ്യം ഒരു 1/4 കപ്പും മാത്രം ഇട്ടാൽ മതിയാവും. എന്നിട്ട് നിങ്ങൾക്കൊരു കുറവ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നീട് അങ്ങ് ചേർത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കിത് ഇച്ചിരി കൂടുതലായിട്ടാണ് തോന്നിയത്. പക്ഷെ ഞാനെടുത്ത അളവ് 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ ആയിരുന്നു. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ കുരു മാത്രം ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കയുടെ കുരുവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തൊലിയോട് കൂടെ ചേർത്ത് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ആണെങ്കിലും ചേർക്കാം. വാനില എസൻസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമുക്ക് ശരിക്കും ഒരു കേക്ക് കഴിക്കുന്ന ഒരു രുചി തന്നെയായിരിക്കും, ഒരു ഫ്രൂട്ട് കേക്ക് കഴിക്കുന്ന രുചിയായിരിക്കും വാനില എസൻസ് ചേർത്തുന്ന, അല്ലെങ്കിൽ ഏത് എസൻസ് ചേർത്തെന്നാലും. പക്ഷെ ഞാനിന്ന് ഇച്ചിരി നാടൻ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഉള്ള പാല്, 2 ഇല്ല കേട്ടോ, 1.5 ടേബിൾ സ്പൂണോളം ഉള്ള പാല് ചേർത്തിട്ടുണ്ട്. അത് തിളച്ചതോ തിളപ്പിക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ പാല് ചേർത്തതിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം ഉള്ള പാൽപ്പൊടിയാണെങ്കിലും ചേർക്കാം. പാൽപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് അല്പം ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിനകത്ത് ഒഴിക്കുക, അല്ലെങ്കിൽ പാൽപ്പൊടി കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ പാൽപ്പൊടി ചേർത്തുന്ന കുറച്ചും കൂടി രുചിയാണ് കേട്ടോ. അതൊരു വേറൊരു സ്വാദ്, വേറൊരു ലെവലിലോട്ട് നമ്മളെ കൊണ്ടുപോകും. അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാ വീടുകളിലും പാൽപ്പൊടി ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഒരു നുള്ള് ഉപ്പ്, കറക്റ്റ് ഒരു നുള്ള് ഉപ്പ് മാത്രം മതി. നമുക്ക് ആ ഒരു പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്ന് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ ഏകദേശം ഒരു 45 സെക്കൻഡോളൊക്കെ എടുത്തിട്ടുണ്ടാവും. ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടോ, നല്ല ഒരു വെള്ളം പോലെയുള്ള അല്ലെങ്കിൽ ഒരു പാല് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള പാത്രം, ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം. അപ്പോൾ ഇതൊരു കൊച്ചു പാത്രമാണ്. അപ്പോൾ ഇതൊരു കേക്കിൻ്റെ ഷേപ്പ്, കേക്കിൻ്റെ ടിന്ന് പോലൊക്കെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴാണെങ്കിലും ഒരു കുട്ടി കേക്ക് ഉണ്ടാക്കി വരുന്ന പോലെ കിട്ടും നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പാത്രം, ഏത് പാത്രത്തിലാണോ നിങ്ങൾ കശുവണ്ടിയൊക്കെ വറുത്തത് അത് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നെയ്യൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതൊന്ന് നന്നായിട്ട് തന്നെ നമുക്ക് നെയ്യ് വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ ഒന്ന് ഗ്രീസ് ചെയ്യാം. ഗ്രീസ് ചെയ്തെടുത്താലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഗ്രീസൊക്കെ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പാത്രം. ഇനി ഇതിനകത്താണ് നമ്മുടെ വറുത്ത പഴം, അതുപോലെ കശുവണ്ടി, മുന്തിരിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഇച്ചിരി ഒരു 3-4 കിസ്മിസും അതുപോലെ ഒരു 2-3 കശുവണ്ടിയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് വേണം എന്നൊന്നുമില്ല.
ഞാനിതിപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഭംഗി കിട്ടാൻ വേണ്ടി ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബൗളിനകത്തോട്ട് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ്ചർ ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴം നമ്മൾ നെയ്യിലൊക്കെ വറുത്തത് കൊണ്ട് അതിപ്പോൾ ചിലപ്പോൾ ഇച്ചിരി നേരം ആയിട്ടുണ്ട്, 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിനകത്തോട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ അടിയിൽ അടിഞ്ഞു കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ബാറ്റർ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രം, ഒരു ഫ്രൈങ് പാൻ എന്ന് വേണമെങ്കിൽ പറയാം, നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം ഞാൻ ആദ്യം വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രം വെക്കുന്നത്. നമ്മൾ ആ ഒരു ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രം നേരിട്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിച്ച് പോകും. അപ്പോൾ അങ്ങനെ അടി പിടിക്കാതിരിക്കാനായിട്ട് ആദ്യം നമുക്കൊരു നോർമലായിട്ടുള്ളത് പോലത്തെ ഒരു ഫ്രൈങ് പാൻ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ മേലെയാണ് ഞാൻ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് ചൂടടിക്കില്ല, അതുപോലെ തന്നെ അടിയൊന്നും പെട്ടെന്ന് കരിഞ്ഞു വരത്തില്ല, ഒട്ടും തന്നെ കരിഞ്ഞു വരത്തില്ല കേട്ടോ. സാധാരണ എല്ലാവരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പാത്രം അടിയൊക്കെ നന്നായി പിടിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ 2 റീസൺ. ഒന്ന്, നമ്മളിതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം വെക്കാൻ. പിന്നെ വെക്കുന്ന പാത്രം നല്ലൊരു കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഒത്തിരി നല്ലത്. പിന്നെ എപ്പോഴും ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 20-25 മിനിറ്റോളം എടുക്കും കേട്ടോ. അത് ചിലപ്പോൾ അത് കൂടുതലും എടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 30 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 30 മിനിറ്റിലാണ് എനിക്കിതായി കിട്ടിയിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. കാരണം ആ 5 മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഒരു മാറ്റി വെച്ചിട്ടുള്ള കശുവണ്ടിയും കിസ്മിസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് എങ്ങനെയായിരിക്കും എന്ന്. ഇപ്പം അത്യാവശ്യം ഇപ്പം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്നാക്കിങ് പൊന്തി വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ താഴ്ന്നു പോവും, നമ്മൾ വെച്ചിരിക്കുന്ന ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കശുവണ്ടിയും കിസ്മിസൊക്കെ. അപ്പോൾ അങ്ങനെ താഴ്ന്നു പോവാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് വീണ്ടും മൂടി വെച്ച് ഇനി നമുക്കിത് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതിപ്പം ആയോ എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ നമുക്കിപ്പോൾ വളരെ സീ ത്രൂ ആയിട്ടുള്ള ഒരു മൂടിക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് തുറന്ന് തന്നെ നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇതപ്പോൾ ഇവിടെ ഏകദേശം ഒരു 30 മിനിറ്റിന് അടുത്തായി. ഞാനതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ടെന്നാണ് അർത്ഥം. അതിനിടയ്ക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയായിരുന്നു. അന്നേരം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ നല്ലൊരു മൊനയുള്ള നല്ല അറ്റമുള്ള ഇതുപോലത്തെ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് കുത്തിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതായിട്ടുണ്ട്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡിയാണ്, അല്ലെങ്കിൽ കായ്പോള ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കിതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളറാക്കിയാൽ നല്ലതായിരിക്കും. അതൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മൾ വെച്ചിരിക്കുന്ന അതേ പാത്രത്തിൽ അല്പം നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാണ്, ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് ഒരു മിനിറ്റ് മാത്രം മതിയാവും. നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നിറക്കൊന്ന് നല്ല ഭംഗിയിൽ മാറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ അതിൻ്റെ പുറമൊക്കെ കണ്ടോ നല്ലൊരു ബ്രൗൺ, ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല, നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യ് നിങ്ങൾക്കൊന്ന് തടവി കൊടുക്കാം. ഒരു നിർബന്ധമില്ല കേട്ടോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിടാം.
അപ്പോൾ അതാ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. കണ്ടോ, നമുക്ക് ആ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് അങ്ങനെ ചെയ്തത്. വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ഇപ്പോഴും ഒരു ബ്രൗണിഷ് കളറൊക്കെ വരുമ്പോഴത്തേക്കും കാണാനും കഴിക്കാനൊക്കെ ഒരു രുചി കൂടും. അല്ലെങ്കിൽ അവിടെ വളരെ പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സോഫ്റ്റാണ്. ശരിക്കും ഒരു കുട്ടി കേക്കാണിത്. ഒരു പഴവും മുട്ടയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കുട്ടി കേക്കാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതെങ്ങനെയാണെന്ന് ചൂടോടെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ചൂടൊക്കെ മാറി ഒന്ന് തണുപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഇതൊന്ന് മുറിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മലബാർക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് കായപ്പോളാന്ന് അല്ലെങ്കിൽ പഴംപോള എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അവർക്ക് ഇത് ഒരു നോമ്പ് തുറക്ക സമയത്തൊക്കെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്നാക്കിൽ ഒന്നാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ മേലെ അല്പം ചെറിയൊക്കെ വെക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഞാൻ ചെറിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു പലഹാരം എന്ന് മാത്രമല്ല, ശരിക്കും നല്ല ഫില്ലിംഗ് ആണ്. ഇതിനകത്തുള്ള പഴത്തിൻ്റെ ഫില്ലിങ്ങും അതുപോലെ നട്ട്സുകളുടെ ഫില്ലിങ്ങും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഫില്ലിങ്ങും ഒക്കെ നല്ലൊരു സ്വാദാണ്. പിന്നെ ഇതൊരു നെയ്യിലൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ഫില്ലിങ്ങും ആണ് കേട്ടോ. നമുക്കിപ്പോൾ വല്ലവരും ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണശേഷം കൊടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു മധുരം കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അരമണിക്കൂറിൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.